തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് മീൻപിടുത്തത്തിന് പോയി കാണാതായ ആൾക്കായി തിരച്ചിൽ തുടരുകയാണ്. മേഖലയിൽ ശക്തമായ കടൽക്ഷോഭമാണ്. 10 വള്ളങ്ങളാണ് തീരത്ത് നിന്ന് ഇന്നലെ മീൻപിടുത്തത്തിന് പോയത്. 2 വള്ളങ്ങൾ കൂടി തിരിച്ചെത്താനുണ്ട് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇന്നലെ 2 മണിക്ക് പണിക്ക് പോയാണ് വൈകുന്നേരമേ. അപ്പോൾ അവർ വലയൊക്കെ വലിച്ചിട്ട് ഓടി വരുന്ന സമയത്ത് ഒഴുക്കിൽ ഈ തടിയുടെ കഷ്ണം വള്ളത്തെ അടിച്ച് വള്ളം പൊട്ടിപ്പോയതാണ്. അപ്പോൾ അവർ ഇങ്ങനെ വെള്ളം കോരി കിടന്ന് ഇപ്പോൾ ഇവിടെ റേഞ്ച് വന്നപ്പോൾ ഫോൺ വിളിച്ച് ഇവിടെ നിന്ന് നമ്മൾ 2 വള്ളം പോയി അവരെ സുരക്ഷിതമായിട്ട് കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇവിടുത്തെ നാട്ടിലുള്ള വള്ളം കുറവായിട്ടേ പണിക്കുള്ളൂ. ഏകദേശം ഒരു 10-20 വള്ളം നേരത്തെ പോകത്തുള്ളൂ. പുറത്തുള്ള ആൾക്കാർ ശരിക്കും പണിക്ക് പോയി. അപ്പോൾ പുറത്തുള്ള ഇപ്പം നമുക്ക് അറിയപ്പെടുന്നത് ഇവിടുത്തെ വള്ളം 3 വള്ളം വരാനുണ്ട്. അതിൽ 1 വള്ളം ഇപ്പം കയറി. ഇനിയിപ്പോൾ 2 വള്ളം നമുക്ക് വരാനുണ്ട്. ബാക്കി പുറത്തുനിന്ന് പോയവരുടെ കണക്ക് നമുക്ക് വരുന്നില്ല. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, എന്താണ് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് എന്താണ് ഏറ്റവും ഒടുവിലായി പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് എന്താണ്? പ്രതികൂല കാലാവസ്ഥ ഇവരെ പോകുന്നതിനൊരു വെല്ലുവിളിയാണ്. എന്താണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് പ്രതീഷ്? അർജിത്ത്, വിഴിഞ്ഞത്ത് നിന്ന് ഇന്നലെ വൈകുന്നേരമാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി പോയത്. 10ഓളം വള്ളങ്ങൾ വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ടിരുന്നു എന്നതാണ് മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചിരുന്നത്. അതിൽ പുല്ലുവിള സ്വദേശികളായ 5 പേർ സഞ്ചരിച്ചിരുന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ട് മറിയുകയും അതിൽ 3 പേർ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു. ഇതിൽ 2 പേരെയാണ് കാണാതായിരുന്നത്. അതിൽ പുല്ലുവിള സ്വദേശിയായ ആന്റണിയുടെ മൃതദേഹം രാവിലെ പൂവാറിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. മറ്റൊരാളുടെ മൃതദേഹം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. പ്രതികൂല കാലാവസ്ഥ ഈ രക്ഷാപ്രവർത്തനത്തിനുൾപ്പെടെ തടസ്സം നിൽക്കുന്നുണ്ട്. കാരണം ഈ കടലിലേക്ക് പോകാൻ കഴിയാത്ത അത്രത്തോളം ഉയർന്ന തിരമാലകളും കടൽ പ്രക്ഷുബ്ധമായ സാഹചര്യമാണ് വിഴിഞ്ഞം തീരത്തും തിരുവനന്തപുരത്തെ വിവിധ തീരമേഖലകളിലും ഉള്ളത്. അതാണ് ഒരു പ്രതികൂലമായി കാലാവസ്ഥയുടെ കാര്യത്തിൽ നിൽക്കുന്നത്. ഈ നേരെ 10ഓളം വള്ളങ്ങൾ പോയിരുന്നു. അതിൽ ഭൂരിഭാഗം വള്ളങ്ങളും തിരിച്ചെത്തി എന്നതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഈ വിഴിഞ്ഞത്ത് ഇനി 2 വള്ളങ്ങൾ കൂടി എത്താനുണ്ടായിരുന്നു എന്നതാണ് അല്പം സമയം മുമ്പ് മത്സ്യത്തൊഴിലാളികൾ 24-ലൂടെ തന്നെ പ്രതികരിച്ചത്. ഈ ഫിഷറീസ് വകുപ്പ് ഉൾപ്പെടെ ഈ പോയ വള്ളങ്ങളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും കണക്കുകൾ ശേഖരിക്കുന്നുണ്ട്. ഒരു ഔദ്യോഗികമായ ഒരു കണക്ക് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഈ ഏതെങ്കിലും തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന കോസ്റ്റ് ഗാർഡും ഈ കോസ്റ്റൽ പോലീസും ഉൾപ്പെടെ കടലിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ നിലവിൽ മത്സ്യബന്ധനത്തിന് കേരള തീരത്ത് വിലക്കുണ്ട്. പക്ഷേ ഈ വിലക്ക് അവഗണിച്ചാണ് ചില മത്സ്യബന്ധന യാനങ്ങൾ ഈ കടലിൽ മത്സ്യബന്ധനത്തിന് പോയത്. അത്തരത്തിലുള്ള വള്ളങ്ങളാണ് ഈ ശക്തമായ കടൽക്ഷോഭത്തിൽപ്പെട്ട മറിയുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും ഈ വരുന്ന അടുത്ത 2 ദിവസത്തേക്ക് ഈ തീരദേശത്തുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നതാണ് കൃത്യമായൊരു മുന്നറിയിപ്പിൽ തന്നെ പറയുന്നത്. ഈ കാണാതായ ആളുടെ കുറിച്ചുള്ള തിരച്ചിൽ, ഈ പ്രതികൂല കാലാവസ്ഥയാണ് ആ തിരച്ചിലിന് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത്. ശരി, MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.